ഇന്നെന്ത് കറി വെക്കും എന്നതാണല്ലോ രാവിലെ തന്നെ വീട്ടമ്മമാരെ കുഴപ്പിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. അതുതന്നെയായിരുന്നു ഞാനും ആലോചിച്ചത് കേട്ടോ, ഇന്നെന്ത് കറി വെക്കുമെന്ന്. അപ്പോഴാണ് ലുലുവിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്ന മാങ്ങ ഇവിടെ ഇരിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ചെറുത് മാങ്ങ നോക്കി, കാരണം ചട്ടിയുടെ സൈസ് വളരെ ചെറുതാണ്, അതുകൊണ്ട് ചെറിയ മാങ്ങ നോക്കി 2-3 എടുത്തു. 3 എടുത്തു. അതിലൊരെണ്ണം ഞങ്ങൾ അകത്താക്കി, ബാക്കി 2 കറി വെക്കാമെന്ന് വിചാരിച്ചു. അത് കറി വെക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ ഊർമിള ചേച്ചിയുടെ വീഡിയോ പലതവണ എൻ്റെ മുന്നിലൂടെ കിടന്ന് കറങ്ങിയത് ഞാൻ ഓർത്തത് കേട്ടോ. അത് ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചേച്ചി വെച്ച പോലെ തന്നെ കോവിലകത്തെ മാമ്പഴ പുളിശ്ശേരി വെക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മാങ്ങയൊക്കെ കഴുകി വെള്ളമൊഴിച്ച് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും തേങ്ങയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അരച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തൈരും കൂടി ഇടണം കേട്ടോ. ആവശ്യത്തിന് തൈര്, എത്ര മാങ്ങയുണ്ടോ അതിനനുസരിച്ച് തൈര് ഇടണം. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഇപ്പോൾ ഇവിടെ ഇച്ചിരി വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ശർക്കര പാനിയാണ് ഒഴിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് 1 സ്പൂൺ നെയ്യും കൂടി ഇട്ട് ഇത് നല്ലോണം ഒന്ന് വേവിക്കണം. ഒത്തിരി കുറുകണ്ട, പക്ഷേ കുറച്ചൊന്ന് വേവണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇച്ചിരി വെന്തിട്ടുണ്ട്. പിന്നെ ചേച്ചി പറയാത്തൊരു കാര്യം, ഞാൻ ഇട്ടത് ഇച്ചിരി പച്ചമുളകാണ് കേട്ടോ. അത് എനിക്ക് ഇച്ചിരി പച്ചമുളക് ഇച്ചിരി എരി വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഇട്ടതാണ്. അപ്പം ശർക്കരപ്പാനിയൊക്കെ ഒഴിക്കുന്നതല്ലേ, അപ്പം ലേശം ഉപ്പും കൂടെ ഇട്ട് ഇതാണ് ഇത് വേവിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ അരച്ചെടുത്ത തേങ്ങയുടെ മിശ്രിതം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ മാമ്പഴ പുളിശ്ശേരി അധികം കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനെ മധുരമുള്ള കറികളോട് അധികം താല്പര്യമില്ല. പിന്നെ ഞാനൊന്ന് വെച്ച് നോക്കാം, ഇതിൻ്റെ കറിയുടെ ഒരു ഭംഗിയൊക്കെ കണ്ടപ്പോൾ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് ആദ്യമായിട്ട് വെക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അവസാനം ഇത് ഇച്ചിരി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. നെയ്യിൽ തന്നെ കടുക് പൊട്ടിക്കണം കേട്ടോ. അത് ഊർമിള ചേച്ചി പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും കടുവും ഉലുവയൊക്കെ ഇട്ട് നമ്മുടെ നെയ്യിൽ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ ആദ്യമായിട്ട് കഴിക്കാണ്ട് പറയല്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ മാമ്പഴ പുളിശ്ശേരിയായിട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. വീട്ടിലൊക്കെ മമ്മി മാങ്ങാക്കറി ഉണ്ടാക്കി തന്നിട്ടുണ്ട് പഴുത്ത മാങ്ങയുടെ സീസൺ ആകുമ്പോൾ. പക്ഷേ മാമ്പഴ ഈ തൈര് ഉപയോഗിച്ചുള്ള പുളിശ്ശേരി പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നതാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മാമ്പഴക്കാലമല്ലേ, നിങ്ങൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഊർമിള ചേച്ചിയുടെ കോവിലകത്തെ മാമ്പഴ പുളിശ്ശേരി വെറുതെ ആവില്ലെന്ന് ഉറപ്പ്.